ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ തീരത്തിന് മുകളിലാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. വരുന്ന 3 ദിവസത്തിനുള്ളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കും. തെക്കു പടിഞ്ഞാറൻ രാജസ്ഥാനും സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി നിലവിലുണ്ടായിരുന്ന ന്യൂനമർദ്ദം അതേ മേഖലയിൽ തന്നെ തുടരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ജൂലൈ 27-ാം തീയതി എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജൂലൈ 28-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ ജൂലൈ 28-ാം തീയതി വരെ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യകിഴക്കൻ അറബിക്കടൽ, ഒമാൻ തീരങ്ങൾ, മഹാരാഷ്ട്ര തീരങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആസാമിലുണ്ടായ പ്രളയത്തിൽ 61 പേർ മരിച്ചു. 9 ജില്ലകളിലായി 7 ലക്ഷം പേരെ പ്രളയം ബാധിച്ചു. സംസ്ഥാനത്തെ 856 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ്.